നമസ്കാരം. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തെ ആഭ്യന്തര തർക്കങ്ങൾക്ക് ശമനമായില്ല. KSU ഉന്നയിച്ച പരാതികൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട രീതിയെ ചോദ്യം ചെയ്ത് ലോയേഴ്സ് കോൺഗ്രസ് എന്ന രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. പ്ലീഡറായി നിയമിതയായ ജിയോണ ജെയിംസ് സംഘടനയുടെ സജീവ പ്രവർത്തകയല്ലെന്നും നിയമനത്തിന് സ്വീകരിച്ച മാനദണ്ഡം വ്യക്തമാക്കണമെന്നും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ജിയോണ ജെയിംസിന്റെ നിയമനത്തിനെതിരെ KSU നൽകിയ പരാതി അവർ ലോയേഴ്സ് കോൺഗ്രസിന്റെ നോമിനിയാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുഖ്യമന്ത്രി തള്ളിയിരുന്നത്. എന്നാൽ സംഘടന സമർപ്പിച്ച പാനലിൽ ജിയോണയുടെ പേര് വളരെ താഴെയായിരുന്നുവെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. ഇതോടെ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ സംഘടന തന്നെ തള്ളുന്ന സാഹചര്യമുണ്ടായി. ലോയേഴ്സ് കോൺഗ്രസ് നേതാവും സ്റ്റേറ്റ് അറ്റോർണിയുമായ അനൂപ് നായരാണ് ജിയോണയുടെ പേര് നിർദ്ദേശിച്ചതെന്നാണ് സൂചന. കൂടാതെ ഡീൻ കുര്യാക്കോസ് MPയും ഇവരെ പിന്തുണച്ചിരുന്നു. അതേസമയം ലിസ്റ്റിൽ സീനിയോറിറ്റിയിലുള്ള പലരെയും മറികടന്നാണ് ജിയോണയ്ക്ക് നിയമനം നൽകിയതും. സംഘടനയിലെ മുതിർന്ന നേതാക്കളെ അവഗണിച്ചതാണ് നിലവിലെ അമർഷത്തിന് കാരണം. ലോയേഴ്സ് കോൺഗ്രസിന്റെ പുതിയ നിലപാട് KSUവിന്റെ ആക്ഷേപങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് നേരത്തെ അനുമതി നിഷേധിക്കപ്പെട്ട KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പരാതി നേരിട്ട് കണ്ട് ബോധിപ്പിക്കുന്നതിനായി വീണ്ടും കത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ അതിരുവിടുന്നത് തടയാൻ KPCC കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ പോര് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടി വക്താക്കൾ ഔദ്യോഗിക നയം മാത്രമേ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രകടിപ്പിക്കാവൂ എന്നും ഭിന്നാഭിപ്രായങ്ങൾ പാർട്ടി വേദികളിൽ മാത്രമായി ഒതുക്കണമെന്നും മീഡിയ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസ് സർക്കുലറിലൂടെ കർശന നിർദ്ദേശം നൽകി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ശക്തമാണ്. ജിയോണ 2015 മുതൽ 2019 വരെ ലോ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KSU മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. UDFകാരല്ലാത്തവരെ പ്ലീഡർമാരാക്കിയത് പിൻവലിക്കണമെന്ന് ലോയേഴ്സ് കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു. വെള്ളം കോരിയവരെയും വിറുകുവെട്ടിയവരെയും നോക്കുകുത്തിയാക്കുന്ന നയം അംഗീകരിക്കാനാവില്ലെന്നും വഴിയിലൂടെ പോകുന്ന SFIക്കാരെയൊക്കെ ചുമക്കേണ്ട ബാധ്യത UDF സർക്കാരിനില്ലെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. ഇക്കാലം അത്രയും വാദിച്ചതും ശബ്ദമുയർത്തിയതും KSUവിന് വേണ്ടി തെരുവിൽ ചോരയൊഴുക്കിയവർക്കും കേസുകളിൽ പ്രതിയായവർക്കും വേണ്ടിയാണ്. KSUക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അലോഷ്യസ് പറഞ്ഞു. KSUവിനെതിരായ മുഖ്യമന്ത്രിയുടെ സമീപനത്തെ വിമർശിക്കുന്നവർക്കും KSU പരസ്യ പ്രതികരണം നടത്തരുതായിരുന്നുവെന്ന അഭിപ്രായമുണ്ട്. എല്ലാ തലത്തിലുള്ള പരസ്പരം പോര് പാടില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട്. ഇതിനിടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന വക്താക്കളെ KPCC വിലക്കിയിട്ടുണ്ട്. അതേസമയം അലോഷ്യസ് സേവ്യറിനെ മുഖ്യമന്ത്രി VD സതീശൻ കാണാൻ കൂട്ടാക്കാത്തതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പോര് കനക്കുന്നതിനിടെ സമവായ ശ്രമമായി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അടുത്ത ദിവസത്തോടെ മുഖ്യമന്ത്രി KSU പ്രസിഡന്റിനെ കാണുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. സർക്കാരിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ വിവാദം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന വിലയിരുത്തൽ കോൺഗ്രസിൽ ശക്തമാണ്. തർക്കത്തിൽ പ്രധാന നേതാക്കൾ കക്ഷി ചേർന്നതോടെ പ്രശ്നം വഷളാകുന്ന സാഹചര്യത്തിലാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സമവായ ശ്രമം തുടങ്ങിയത്. KSUവിന്റെ നിലപാടിനെ പ്രശംസിച്ച് VM സുധീരൻ രംഗത്തെത്തിയതും വിവാദം ആളിക്കത്തിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ നീക്കത്തിന് പിന്നിൽ KC വേണുഗോപാലാണെന്ന വിമർശനം ഉയർന്നിരുന്നു. KSU പ്രവർത്തന കാലത്തെ അനുഭവങ്ങൾ വിവരിച്ചും KSUവിന്റെ പോരാട്ട വീര്യം എടുത്തു പറഞ്ഞും KC വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. ഇത് KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനുള്ള പിന്തുണയായി വ്യാഖ്യാനിക്കപ്പെട്ടു. അതേസമയം ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വേണുഗോപാൽ പ്രശ്നപരിഹാരത്തിനുള്ള സൂചന നൽകി. വേണുഗോപാൽ പക്ഷത്തിന്റെ പ്രധാന വക്താവായ മന്ത്രി AP അനിൽകുമാർ KSUവിനെ തള്ളി രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. സമവായ സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചത്. പ്ലീഡർ നിയമന വിഷയത്തിൽ പാർട്ടിയുടെ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞ അലോഷ്യസ് സേവ്യറും നിലപാട് മയപ്പെടുത്തി. UDF ഭരണത്തിൽ KSUവിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് നിർഭാഗ്യകരമെന്ന് വ്യക്തമാക്കി അലോഷ്യസ് സേവ്യർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി KSU പ്രസിഡന്റിന് മുഖം കൊടുക്കാത്തത് ഒട്ടും ശരിയായില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. കോൺഗ്രസിനുള്ളിൽ ഈ വിഷയത്തിൽ നേതാക്കൾ പക്ഷം പിടിക്കാൻ തുടങ്ങിയതോടെയാണ് തർക്കം രൂക്ഷമായത്.